പായ്ക്ക് നമ്മുടെ ഫേസിലിടുന്നത് മൂലം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകുന്നത് മൂലം നമ്മുടെ ആ ഒരു പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ചുളിവുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർ ഒരു പായ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡ്രൈ സ്കിന്നെല്ലാം നന്നായിട്ട് മാറി നല്ല രീതിയിൽ അവരുടെ സ്കിന്ന് നല്ല തിളക്കവും ഒരു സോഫ്റ്റ് ആകാൻ സഹായിക്കുന്നു. അതായത് അവരുടെ സ്കിന്ന് ഡ്രൈ ആണല്ലോ, അപ്പോൾ അവരുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാനും നല്ലൊരു ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു പായ്ക്കാണ്. പ്രധാനമായിട്ടും നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന അടിപൊളി ഒരു പായ്ക്കാണ്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഹലോ ചക്കരികളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണ്? ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ത് തന്നെയാണ്? റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതായത് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നു, കണ്ണിനടിയിൽ കറുപ്പുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറല്ലേ. മെയിനായിട്ട് ചുളിവുകളൊന്നും ഇല്ലാത്ത ഒരു മുഖമെന്ന് പറഞ്ഞാൽ ഒരു സുന്ദരമായ ഒരു മുഖം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും കരിവാളിപ്പം നമ്മുടെ മുഖത്തിൻ്റെ വെളുപ്പോ കറുപ്പോ എന്നുള്ളതല്ല, നമ്മുടെ മുഖത്ത് അത്യാവശ്യം ഭംഗിയായിട്ടും ചുളിവുകളൊന്നും ഇല്ലാതെയും കണ്ണിനടിയിൽ കറുപ്പില്ലാതെയും പാടുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സ്കിന്നാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോഴുള്ള ചുളിവുകൾ കുറയ്ക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഫേസ് പായ്ക്ക് നമുക്ക് ആ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഈ ഒരു പായ്ക്ക് നമ്മൾ ഇട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 50-60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. റിങ്കിൾസ് ഒന്നും ഇല്ലാത്ത ഒരു സ്കിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യവും സ്കിന്നിലുള്ള ഓരോ കാര്യവും നമ്മൾ ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. 30 വയസ്സ് കഴിഞ്ഞവരെ എനിക്ക് ഇനി 30 വയസ്സ് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിരിക്കാതെ ചില കാര്യങ്ങൾ ആഴ്ചയിലുള്ള പായ്ക്കുകളും ഫേസ് യോഗകളും ഫേസ് മസാജുകളും ഒക്കെ മാറി നിങ്ങൾ ഇതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കിന്ന് കിട്ടും. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിങ്കിൾസ് കൂടി വരുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് വെക്കുക. അതായത് നല്ലൊരു എണ്ണമയത്തോടുകൂടി ഈർപ്പം നിലനിർത്തുക എപ്പോഴും. അപ്പോൾ ഈർപ്പം നിലനിർത്തുമ്പോൾ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് റിങ്കിൾസ് വരാതിരിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഫേസ് പായ്ക്ക് ഉണ്ടാക്കി കാണിക്കാം. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന കടലമാവാണ്. അപ്പോൾ കടലമാവിൻ്റെ ഗുണം ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാൻ മേലത്രക്കാണ് പറയുന്നത്. കാരണം കടലമാവ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റാക്കാൻ സഹായിക്കുന്നു. പ്രായാധിക്യം മൂലമുള്ള ചുളിവുകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കടലമാവ് ഒത്തിരി സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കടലമാവാണ്. 1 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ. ഇപ്പോൾ ഈ തേൻ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു സാധനമാണ് തേന്. പണ്ട് മുതൽക്കേ നമ്മളെ മുറിവിനും അതുപോലെ തന്നെ നമ്മുടെ പൊള്ളലേറ്റ ഭാഗങ്ങളിൽ പുരട്ടാനും മുറിവ് ഉണങ്ങാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാനായിട്ടും പുറമേ സ്കിന്നിൻ്റെ ചികിത്സയ്ക്കാണെങ്കിലും ഒക്കെ നമ്മുടെ തേൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ചുളിവുകളെയൊക്കെ ഒന്ന് കുറച്ച് ഒരു കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും സ്കിന്ന് റിപ്പയർ ചെയ്യാനായിട്ടും നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ തേനിന്. എപ്പോഴും നമ്മുടെ ഒരു ഡ്രൈ സ്കിന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തേന് അപ്ലൈ ചെയ്യുക. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് വാഷ് ചെയ്ത് കളയുക. ആ ഡ്രൈ സ്കിന്നൊക്കെ കുറയാനായിട്ട് സഹായിക്കും. നല്ലൊരു ഈർപ്പം നമ്മുടെ സ്കിന്നിന് കൊടുക്കാനായിട്ട് നമ്മുടെ തേൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് തേനാണ് കേട്ടോ. റോസ് വാട്ടർ നല്ലൊരു മേക്കപ്പ് റിമൂവറാണ്. നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം, ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചുളിവുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ റോസ് വാട്ടറിന്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് റോസ് വാട്ടറിൽ. ഫ്രഷ് റോസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രഷ് റോസ് വാട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കി വെറുതെ മുഖം കഴുകുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ റോസ് വാട്ടറിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നാലായിട്ട് സമയം ഇതായിപ്പോകും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസിന് എന്തൊരു ബെനിഫിറ്റാണ് റോസ് വാട്ടറിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഒക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് പല പായ്ക്കൾ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കടലമാവിലേക്ക് നമുക്ക് ആദ്യം എന്താണ് ചേർക്കേണ്ടത്? നമ്മുടെ തേനാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അടുത്ത് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ എടുക്കുക. ആദ്യം ഒന്ന് നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് മുഖത്ത് തേക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക.
ഏകദേശം 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ അടുത്ത് വേണം നമ്മളിത് തേക്കാനായിട്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ റിങ്കിൾസ് പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ്. അപ്പോൾ ദണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കണ്ടോ, ഒരുപാട് വെള്ളമായി പോരുത്. പായ്ക്കെല്ലാം റെഡിയാക്കി വെച്ചല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? അതായത് എണ്ണമയമുള്ള സ്കിന്നുകാർ, ഓയിലി സ്കിന്നുകാർ കാണും, ഡ്രൈ സ്കിന്നുകാർ കാണും, കോമ്പിനേഷൻ സ്കിന്നുകാർ കാണും, സെൻസിറ്റീവ് സ്കിന്നുകാർ കാണും. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാവരും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. ഏതൊരു പായ്ക്കിടുമ്പോഴും അത് നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നല്ല രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. എന്തെങ്കിലും ക്രീമോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ പായ്ക്കിടുമ്പോൾ അവരുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈനെസ് മാറിയിട്ട് നല്ല ഒരു മോയ്സ്ചറായിട്ട് ഈർപ്പം നിലനിർത്തിയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിന്നിലെ റിങ്കിൾസ് പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നു. പിന്നെ ഓയിലി സ്കിന്നുകാർ നല്ല രീതിയിൽ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ടാഗ് ചെയ്തതിലൊക്കെ അത് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് എല്ലാ വീഡിയോയിലും ഞാൻ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അവിടെ ഓഫറും കാര്യങ്ങളും ഒക്കെ കാണും. ബ്രഷ് കൊണ്ടോ കൈ വെച്ചോ എങ്ങനെ വെള്ളം ഇടാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ മേളിലോട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. സാഗിങ് സ്കിന്ന് മാറാനായിട്ടും സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും പെട്ടെന്ന് തന്നെ റിങ്കിൾസ് നന്നായിട്ട് കുറയാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. ഞാനിടുന്ന പായ്ക്കെല്ലാം തന്നെ അങ്ങനത്തുള്ള പായ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പായ്ക്ക് വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്ത് പോകാവുന്നതാണ്. മാറി മാറി നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് തികച്ചും നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താണ്, നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റിനും ഇടാം, പ്രശ്നമൊന്നുമില്ല. കണ്ണിനടിയിലെ റിങ്കിൾസ് കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ നമുക്കിത് ഇടുമ്പം തന്നെ നമുക്കറിയാം ഒരു ടൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മുഖത്ത് ഇടുമ്പം തന്നെ. ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കഴുത്തിലും ഇടാം. കഴുത്തിൽ ഇടുമ്പോൾ 1 ടേബിൾ സ്പൂണോടെ 2 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ കഴുത്തിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ഇടാൻ പറ്റും. നല്ല രീതിയിൽ ഇത് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കടലമാവ് നമ്മുടെ ടാനൊക്കെ മാറാൻ നല്ലതാണ്. പാടുകളും കലകളും ഒക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹണിയും പാടുകളും കലകളും മാറാനായിട്ട് നല്ലതാണ്. റോസ് വാട്ടറും ഹണിയും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനായിട്ടും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനായിട്ടൊക്കെ ഒത്തിരി. ഈ 3 സാധനവും നമ്മുടെ സ്കിന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. കാരണം നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് അതായത് പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ഈ കടലമാവിനകത്തും അതേപോലെ തന്നെ ഹണിക്കകത്തും നമ്മുടെ റോസ് വാട്ടറിനകത്തും ഉണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 20 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കടലമാവ് തേച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ലതായിട്ട് അബ്സോർവായി. ഹണിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹണിയിൽ ധാരാളം ആൻറ്റി മൈക്രോബയോൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കും നമ്മുടെ ഹണി. അപ്പോൾ അങ്ങനെയുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്തുന്നു, മോയ്സ്ചറായിട്ട് വെക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് ഒത്തിരി കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് മാറ്റാം. അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഒരു പായ്ക്കിട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളത്തിലല്ല മുഖം വാഷ് ചെയ്യേണ്ടത്. ചൂടുവെള്ളത്തിലാണ് നമ്മൾ തുടച്ച് മാറ്റുന്നത് കേട്ടോ. അതാണ് എല്ലാവർക്കും സാധാരണ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഒത്തിരി ചൂടല്ല, ചെറിയ നമ്മൾ കൈ തൊട്ടാലുള്ള ആ ഒരു ചൂടില്ലേ, ആ ഒരു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ തുടച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ കരിവാളിപ്പ് മാറാനും സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഈ ടാനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കരിവാളിപ്പ് മാറാൻ സഹായിക്കുവേ. അപ്പോൾ ഇത് ഡെയിലി ഇടുന്നത് മൂലം നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടാൻ സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും പാടുകളും കലകളും ഒക്കെ നന്നായിട്ട് മാറാനും ഈ ഒരു പായ്ക്ക് ഒത്തിരി സഹായിക്കുന്നു കേട്ടോ. പായ്ക്കെല്ലാം നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഇടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ
പകല് രാവിലെ ഒന്നും ഇടാതിരിക്കുക. എപ്പോഴും നമ്മൾ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരം ഇടാൻ ശ്രമിക്കുക. നമ്മൾ വൈകുന്നേരം ഇടുമ്പോൾ എന്താണ്, നമുക്ക് പിന്നീട് നമ്മൾ രാത്രി ഉറങ്ങുവാണല്ലോ അല്ലേ രാത്രിയിൽ. അപ്പം വൈകുന്നേരം നമ്മൾ ഇടുന്നത് മൂലം നമ്മുടെ ഫേസിൽ പിന്നെ ടാനോ കാര്യങ്ങളോ ഒന്നും അടിക്കുന്നില്ല, പൊടിപടലങ്ങൾ അടിക്കുന്നില്ല, നമ്മൾ വെയിൽ കൊള്ളാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ എന്താണ്, സ്കിന്ന് നല്ലൊരു റിപ്പയറിങ് ചെയ്യും, സ്കിന്ന് നല്ല റിപ്പയർ ചെയ്യും നമ്മൾ ഈ ഒരു പായ്ക്കൊക്കെ ഇട്ടത് മൂലം. അപ്പോൾ ഉറക്കത്തിലാണ് എപ്പോഴും നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യും, നമ്മുടെ പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ, അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കുക, ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവർ ഡെയിലി റുട്ടീനായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പല പായ്ക്കുകളും മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ്, അധികം ചുളികളൊന്നും ഇല്ലാത്തവർ 30 വയസ്സ് കഴിഞ്ഞവരെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 വട്ടം ഇട്ട് പോകാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.